ഹലോ ഓൾ, എന്തൊക്കെയാണ് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു കാഷ്വൽ വ്ലോഗാണ്. ഒന്നുമില്ല, ഇന്ന് ഈവനിങ് ആണ് ഡ്യൂട്ടി. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ ഇങ്ങനെ ഇരിക്കുമല്ലേ. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ച് ഉണ്ടാക്കണം. രാവിലത്തത് ഓൾറെഡി കഴിഞ്ഞു. ചപ്പാത്തിയും പയറുപ്പേരിയുമായിരുന്നു. എങ്ങനെ അടാറ് കോമ്പിനേഷൻ അല്ലേ? ആരും കഴിച്ചു നോക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടെ ഉണ്ടാക്കുന്ന പയറായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ലഞ്ചിനേക്കുള്ള പ്രിപ്പറേഷനാണ്. ലഞ്ചിന് ആക്ച്വലി ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ, അതായത് കോഴിക്കോടൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടകളിലൊക്കെ ചിക്കൻ സ്റ്റോളിലൊക്കെ പോയാൽ പാർട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെയായാലും അവർ പാർട്സ് പെട്ടെന്ന് എടുത്ത് തരും കേട്ടോ. ഓ ഉണ്ടല്ലോ മോളെ, തരാലോ എന്ന് പറഞ്ഞ് തരും. ഇവിടെ നേരെ കയറിയിട്ട് ഞാൻ പാർട്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തോ ഒരു നോട്ടമൊക്കെ എല്ലാവരും നോക്കുക, പാർട്സൊക്കെ കഴിക്കുമോ എന്നുള്ള രീതിയിൽ. എന്താ ഇവിടെ ആരും പാർട്സ് ഒന്നും കഴിക്കൂല? എനിക്കറിയില്ല. അപ്പം എന്തായാലും കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞാൻ കുറച്ച് പാർട്സ് കൊണ്ടുവന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പാർട്സ് വെച്ചിട്ട് കുറച്ച് ഫ്രൈ ആക്കിയാലോ എന്ന്. വേറെ ഒന്നുമല്ല, കറിയൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് മടി. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഫ്രൈ ആക്കാം, അതായത് പൊരിക്കൂലേ നമ്മൾ. അപ്പം ഫിഷൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ ചിക്കനൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ പാർട്സ് ഫ്രൈ ആക്കാം, നല്ല ഡ്രൈ ഫ്രൈ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതൊരു വ്ളോഗ് പോലെ എടുത്താലോ, എങ്ങനെ എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ. ഒന്നുമില്ല, മടിപ്പണിയാട്ടോ. അപ്പം രാവിലെ തന്നെ പോയി കുറച്ച് മാങ്ങയെല്ലാം വീണ് കിടക്കുന്നുണ്ടായിരുന്നു, പഴുത്ത മഞ്ഞ കളർ മാങ്ങ. അപ്പോൾ അതൊക്കെ അങ്ങ് പെറുക്കി വെച്ചു. പിന്നെ നമ്മുടെ പാർട്സ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. ഓക്കെ, ഇത്രയും പീസസ് ആണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ആക്ച്വലി എനിക്കൊരാക്കി തന്നെ ധാരാളം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പീസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് ആക്ച്വലി ഒരു ഇലാസ്റ്റിക് പോലെയാണ്. കടിക്കുന്ന സമയത്ത് കർ എന്ന് പറയുന്നതിനെ കൊണ്ട് ഞാനതിനെ കറുമുറു എന്ന് വിശേഷിപ്പിക്കും. ആക്ച്വലി ഇത് ഏതാ പാട്ടെന്നുള്ള ആരെങ്കിലും ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ചോദിക്കും നീ വലിയ നേഴ്സ് അല്ലേ, എന്നിട്ട് നിനക്ക് ഈ ഭാഗമൊന്നും അറിയില്ലേന്ന്. ആക്ച്വലി ഞാൻ ഹ്യൂമൻ ബോഡിയിലാണ് പഠിച്ചത്. ഇതൊരു ചിക്കൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് ഏതാ ഭാഗം എന്നുള്ളത് ഒന്നൊന്ന് മെൻഷൻ. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള മഞ്ഞൾ, മുളക്, ഉപ്പ്, ഈ 3 ഐറ്റമാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് രുചി കൂട്ടാനായിട്ട് നമ്മൾ ഇഞ്ചിയുടെ പേസ്റ്റ്, അതുപോലെ തന്നെ വെളുത്തുള്ളി കുറച്ച് ചോപ്പ് ചെയ്തിട്ടത്, കറിവേപ്പില. ഓക്കെ, ഇനി പച്ചമുളകും കൂടെ കീറിയിട്ട് കഴിഞ്ഞാൽ സംഭവം കീട്ടുമായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിങ്ങനെ വലിയ പീസായിട്ട് കിടക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. പലർക്കും ഇത് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ അത് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി കട്ട് ചെയ്യണം. അപ്പം നമുക്കിതിന് ആദ്യം തന്നെ കുഞ്ഞു കുഞ്ഞു പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതാദ്യം കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ പാർട്സും ഞാൻ എന്ത് ചെയ്യും, ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യും. ചിലർക്കൊക്കെ ഇല്ലേ ഈ കഴുത്ത്, നെക്ക് പീസൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് ഇഷ്ടമല്ല, ഒരു രസവുമില്ല, അതിനകത്തൊന്നും ഒന്നും കിട്ടാനുമില്ല. പിന്നെ എന്താണോ എല്ലാവർക്കും ഇത്ര ഇഷ്ടം, ഞാൻ ആലോചിക്കാറ്. അപ്പം ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും ആകെ ഇത്ര കണ്ടന്റ് അല്ലേ ഉള്ളൂ, ഇതിനെന്തിനാ 2 ടീസ്പൂൺ മുളക് പൊടിയൊക്കെയാണ്. ആക്ച്വലി ഈ പാർട്സിനുണ്ടല്ലോ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ. നമ്മൾ ചിക്കൻ കഴിക്കുന്ന പോലെ ആ ഒരു ടേസ്റ്റ് അല്ലല്ലോ, ഫ്ലേവർ അല്ലല്ലോ വായിൽ വരുന്നത്. അപ്പം അതിൻ്റെ ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ചൊവയുണ്ട്. അപ്പം അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ, പാകത്തിന് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ബാഡ് ടേസ്റ്റ് വരത്തില്ല, നല്ല അടിപൊളി ടേസ്റ്റ് വരും. ഓക്കെ, ഇനി നമുക്കിത് എന്ത് ചെയ്യാം, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴായിരിക്കും ഇതിൻ്റെ മുളകും അതുപോലെ തന്നെ ഉപ്പും കാര്യങ്ങളൊക്കെ ഈ പീസിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി, മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യും. അപ്പം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു, ചൂടാക്കി. ഇനി അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഒലിവ് ഓയിലാണ് കേട്ടോ. ഒലിവ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യാറ്. പൊതുവേ ഞാൻ അതന്നെ ഉപയോഗിക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ റൈസ് ബ്രാൻ ഓയിലുണ്ട്, അതുമാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. പൊതുവേ കോക്കനട്ട് ഓയിലൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ചില ഐറ്റംസിന് നമ്മൾ ഉണ്ടാക്കുമ്പം കോക്കനട്ട് ഓയിൽ മസ്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും, കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒലിവ് ഓയിൽ ഒഴിച്ച് നമ്മൾ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കുക. ചൂടായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ഇപ്പം നന്നാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉണക്കമുളക്, അതുപോലെ തന്നെ ഇത് നമ്മുടെ കറിവേപ്പില, അതുപോലെ നമ്മളെ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മളിപ്പോൾ നന്നാക്കി വെച്ചിട്ടുള്ള ഉണക്കമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, വെളുത്തുള്ളി, ഇത് 3 കൂടെ ആദ്യം തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് വഴട്ടി അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുവേ. ആ സമയത്ത് വേണം നമ്മുടെ ഇഞ്ചിയുടെ പേസ്റ്റ്, നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇഞ്ചി പേസ്റ്റ്, അതും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത് ഒലിവ് ഓയിൽ ചൂടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ഐറ്റംസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിവേപ്പില, ഉണക്കമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചിയുടെ പേസ്റ്റ്, ഇത്രയും സാധനങ്ങളായിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം.
സോർട്ടിംഗ് ആണ് മുഖ്യം. ഓക്കെ, നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തതൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പാർട്സ് എന്ത് ചെയ്യുക, അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഓക്കെ ഓക്കെ അപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലേ ഈ ഓയിൽ ചൂടായിട്ട് ഇടുന്ന സമയത്ത് ഒന്നൊന്ന് നമ്മുടെ ബേണർ എന്ത് ചെയ്യുക, ഒന്ന് സിമ്മിലേക്ക് ഇട്ടിട്ട് ഇട്ട് വെക്കുക കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ മേലേക്ക് എണ്ണ തെറിച്ചു പൊള്ളി പിന്നെ നമുക്ക് കുക്കിങ്ങിനോടുള്ള താല്പര്യം തന്നെ അങ്ങ് നഷ്ടപ്പെട്ടു. അപ്പൊ ഇപ്പൊ ഏകദേശം ഇതൊന്ന് മൂത്ത് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാം, ഒരു ഇച്ചിരി ഇഞ്ചി പേസ്റ്റ്, ഇതാ ഞാൻ ആകെ എടുത്തൊരു ജിഞ്ചറിന്റെ പേസ്റ്റ് ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. കാരണം ഒരുപാടൊന്നും വേണ്ട, പിന്നെ ആ ഒരു പേസ്റ്റിന്റെ ഇത് നമുക്ക് ആ ഒരു ഫ്ലേവർ ആയിരിക്കും മുന്നോട്ട് നിൽക്കുന്നത്. അപ്പൊ അത് വേണ്ടാലോ, നമുക്ക് നമ്മുടെ പാർട്സിന്റെ ഫ്ലേവർ അല്ലേ വേണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാം, ഇതൊന്ന് ഇപ്പൊ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ല അടിപൊളി മണം വരുന്നുണ്ട് മക്കളെ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മളിപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പാർട്സ് മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും ഒന്നൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഈ ഓൾറെഡി മൂപ്പിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഫ്ലേവറും കൂടെ നമ്മളെ പാർട്സിലേക്ക് ഇങ്ങനെ ഇറങ്ങും. കുറച്ച് ഓയിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ഏത് ഓയിൽ ആയിക്കോട്ടെ, ഇപ്പം ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ ഏത് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിലും ഈ ഓയിൽ ആക്ച്വലി നമ്മളെ ബോഡിക്ക് അത്ര നല്ല സാധനമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പക്ഷേ ഇത് വേവാനുള്ള പാകത്തിലുള്ള ഓയിലും വേണം കേട്ടോ, അത് ശ്രദ്ധിക്കണേ. പിന്നെ കുറേ പേരൊക്കെ എയർ ഫ്രയർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്, എന്നാലും ഒരുമാതിരി സ്മോക്ക്ഡ് ഫോമിലല്ലേ കിട്ടുക. അപ്പോൾ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്നത് അത്ര ഹെൽത്തിന് നല്ലതൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ഈ പീസസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഇനി നമുക്ക് മെല്ലെ സിമ്മിലാക്കി വെച്ചത് എന്ത് ചെയ്യാം, ഒന്നൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാം, മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഞെരിഞ്ഞ് വരുന്നുണ്ട്. ആക്ച്വലി കൊണ്ടാട്ടത്തിന് അളവ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുന്ന പോലെ തന്നെ പാർട്സ് കൊണ്ടാട്ടം ഉണ്ടാക്കാമായിരുന്നു ഒന്ന്. പക്ഷെ ഞാൻ അധികം എടുത്തിട്ടില്ല, കാരണം നമ്മളിന്ന് പാർട്സ് കൊണ്ടാട്ടം അല്ലല്ലോ ഉണ്ടാക്കുന്നത്, പാർട്സ് ഫ്രൈ ആണല്ലോ. അപ്പം നമുക്ക് ഇത്ര മതി ഇപ്പോൾ. ഓക്കെ, ഇനി അത് നന്നായിട്ട് പൊരിഞ്ഞു വരുന്നുണ്ട് കണ്ടോ. നമ്മൾ ഓൾറെഡി പാർട്സിലുള്ള ഒരു എണ്ണയും കൂടെ ഉണ്ടാവും, അതും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി വരും. അപ്പം നമ്മൾ ഒത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എണ്ണ ഊറിക്കിടക്കും. ഓക്കെ, അപ്പം അതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത എണ്ണ വളരെയധികം ഇനഫാണ്, അപ്പം അത്ര യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് ഇതങ്ങനെ പൊരിഞ്ഞ് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്നിട്ട് ഇതേപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി ഇട്ട ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അടുത്ത ഭാഗം അതേപോലെ മുരിയാനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കാം. കണ്ടോ, അപ്പം നമ്മൾ ഐറ്റം ഇവിടെ സെറ്റാണ് കേട്ടോ. ഞാൻ ചേട്ടേ കടാ അടിപൊളി. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഐറ്റം നമ്മളിനി ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി പെപ്പർ പൗഡറാണ്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി എടുക്കുക, ഇതേപോലെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആഹാ അടിപൊളി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ഇതേപോലെ ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റും കൂടെ അങ്ങ് വെക്കുക. ഓക്കെ, അപ്പോഴത്തേക്ക് കുരുമുളക് പൊടി എല്ലാത്തിലേക്കും അങ്ങ് സെറ്റാവും, ഈ ഓയിലൊന്ന് പെരളാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ പാർട്സിൻ്റെ അകത്തേക്ക് ഇറങ്ങും. ഓക്കെ, അടിപൊളി. അപ്പം ഞാൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. തുണ വന്നിട്ട് വയ്യ. സീരിയസ്ലി പറയണോ, പൊളി ഐറ്റമാണ്, തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നവർക്ക് ടച്ചിങ്സ് ആയിട്ട് അടാർ ഐറ്റമാണ്. ഇനി അല്ലാത്തവർക്ക് ഒരു കഞ്ഞീൻ്റെ കൂടെ കുടിക്കാനും സൂപ്പർ ഐറ്റമാണ്. നല്ല ചൂട് പൊറോട്ട, ചപ്പാത്തി, ഇതിൻ്റെ കൂടെയൊക്കെ വേറെ ലെവലിൽ പോകുന്ന ഐറ്റമാണ്. ട്രൈ ഇറ്റ്.